നമസ്കാരം. നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങൾ തേടിയുള്ള യാത്രയിൽ മനോഹരമായ റോഡുകളിലൂടെയുള്ള യാത്ര പലപ്പോഴും നമുക്ക് വലിയ സന്തോഷം നൽകുന്നതാണ്. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന ഈ റോഡുണ്ടല്ലോ, അത് കോഴിക്കോട് മലയോര ഹൈവേ ആണ്. കക്കാടംപൊയിൽ മുതൽ കോടഞ്ചേരി വരെ റീച്ച് പൂർത്തിയായിരിക്കുന്ന മലയോര ഹൈവേ. ചെറിയ പാറക്കെട്ടുകളും വെള്ളച്ചാട്ടങ്ങളും നിറഞ്ഞ മനോഹരമായ പ്രദേശമാണ് കോഴിക്കോടിൻ്റെ മലയോര ഗ്രാമങ്ങൾ എന്ന് പറയുന്നത്. അതിനെ കീറി മുറിച്ച് അതിവേഗം കടന്നു പോകുന്ന ഒരു ഹൈവേ, അതാണ് മലയോര ഹൈവേ. കോഴിക്കോട് ജില്ലയിലെ മലയോര ഗ്രാമങ്ങളിലുള്ള ചെറു ടൂറിസം ഡെസ്റ്റിനേഷനുകൾ, അവിടേക്കുള്ള യാത്രയ്ക്ക് വലിയ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നതാണ് കോഴിക്കോട് മലയോര ഹൈവേ. കക്കാടംപൊയിൽ മുതൽ കോടഞ്ചേരി വരെയുള്ള റീച്ചാണ് ഇപ്പോൾ പൂർണ്ണമായും അത് പൂർത്തിയായിട്ടുള്ളത്. MLA, ഈ റോഡ് കടന്ന് പോകുന്നതിലൂടെ ഈ നാടിനുണ്ടായിരിക്കുന്ന ഒരു മാറ്റം ഈ തരത്തിലാണ്. വലിയ രൂപത്തിലുള്ളൊരു മാറ്റം നമ്മുടെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഒരു ടൂറിസം സർക്യൂട്ടായി നമ്മുടെ ഈ റോഡ് മാറി. ഒരു ഹോളിഡേ കിട്ടുമ്പോൾ വളരെ വേഗത്തിൽ പോയി വരാൻ വേണ്ടി കഴിയുന്ന ഒരു സ്ഥലം എന്ന നിലയിലേക്ക് ഇത് മാറി. പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള ആളുകൾക്ക് വളരെ വേഗത്തിൽ വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് ഈ മേഖല മാറി. മലപ്പുറം ജില്ലയിൽ നിന്ന് തുടങ്ങി കോഴിക്കോട് ജില്ലയുടെ മലയോര ഗ്രാമം വരെയാണ് ഈ റോഡ് ഇപ്പോഴുള്ളത്. പക്ഷേ ഇതിൻ്റെ സാധ്യത, ഇതിൻ്റെ വാതിൽ തുറന്നിടുന്നത് വയനാട്ടിലേക്കാണ്. തുരങ്കപാതയുമായി കണക്ട് ചെയ്യുക ഈ മലയോര ഹൈവേ ആയിരിക്കും. വീക്കെൻഡ് ചെലവഴിക്കാൻ വേണ്ടി എത്തുന്നത് വയനാട് മേഖലകളിലാണ്. അത് പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അവർക്ക് പലപ്പോഴും അവർ എത്തിപ്പെടുന്നതിനുണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധി വയനാട് ചുരത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളുണ്ട്. ഇപ്പോൾ വയനാട് തുരങ്കം ഓപ്പൺ ആവുന്നതോടുകൂടി ആ ഒരു സാധ്യതയെ ഈ മലയോര മേഖലയിലേക്ക് കൂടുതലായി അടുപ്പിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സാധ്യത തുറന്നുണ്ട്. മറ്റൊന്ന്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടി ഇരട്ട തുരങ്കങ്ങൾ ഒന്നാണ്. അത് തന്നെ ഒരു ടൂറിസം സാധ്യതയാണ്. വലിയൊരു ഡെവലപ്മെൻറ്റാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് അതിവേഗം കുതിക്കാൻ നമുക്ക് മലയോര ഹൈവേയിലൂടെ. ഇനി മറ്റൊരിടത്ത് കാണാം.